അതെ, ഇന്നലെ കുറച്ച് മാങ്ങ കിട്ടിയായിരുന്നു. അപ്പോൾ അത് രഞ്ജിത്ത് എനിക്ക് മുറിച്ച് തന്നപ്പോൾ ഞാനത് ഇന്നലെ ഈ പാത്രത്തിനകത്ത് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെച്ച്. പിന്നെ അതിൽ നിറയെ വെള്ളം ഊറി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്തോട്ട് കായപ്പൊടിയും ഉലുവപ്പൊടിയും, കായ ഉലുവയും കൂടി വറുത്തതാണ്, അത് പൊടിച്ച് ഇതിനകത്ത് ഇട്ട് മുളക് പൊടി ഇട്ട്, പിന്നെ കുറച്ച് കടുകും ഇട്ട്. ഇതേ കണ്ട, ഈ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചതല്ല കേട്ടോ, ഇത് മാങ്ങ ഉപ്പിലിട്ട് വെക്കുമ്പോൾ ഊറി വരുന്ന വെള്ളമാണിത്. ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. മുളക് പൊടി, ഉലുവാപ്പൊടിയും കായപ്പൊടിയും കുറച്ച് കടുകും കൂടി പൊടിച്ചിട്ട് അതിൻ്റെ പരിപ്പും കൂടി ഇട്ട്, അത്രയും സാധനം ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നല്ലെണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്, അത് അങ്ങോട്ട് ഒഴിക്കും. അത് കുപ്പിക്കകത്ത് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ കുപ്പിക്കകത്ത് ആക്കി കാണിച്ചത്. അപ്പോൾ ഇതൊരു ചില്ലുപ്പിയാണ്, എനിക്ക് ഭരണിയൊന്നുമില്ല. അപ്പം ഞാൻ ചില്ലുപ്പിയിൽ ഇങ്ങനെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ചില്ലുപ്പി ഞാൻ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അതിലൊട്ടും വെള്ളമൊന്നുമില്ല കണ്ടോ, ഒട്ടും വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ അച്ചാറ് പൂത്തു പോകും. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇതിനെ ആക്കി വെക്കാൻ പോവാണ്. പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. 2 വർഷം താഴെ പോയി. ഞാനപ്പോൾ ഇതിനകത്തോട്ട് എണ്ണ നേരത്തെ ചൂടാക്കി വെച്ചതാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. എണ്ണ ഒഴിച്ചിട്ടൊന്ന് മുടി ഇളക്കി കൊടുക്കാം. എല്ലാ സൈഡിലോട്ട് ആവാം. ഇനി നോക്കിയേ, ഇതിനകത്തൊരു വാഴല അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അച്ചാറ് പൂക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി കട്ട് ചെയ്ത്